സിവിൽ പോലീസ് ഓഫീസർ നിയമനങ്ങൾ വൈകുന്നതിനെതിരെ ഏകദിന ഉപവാസ സമരവുമായി CPO റാങ്ക് ഹോൾഡർമാർ. സെക്രട്ടേറിയറ്റ് അടക്കം സംസ്ഥാനത്തെ 7 കേന്ദ്രങ്ങളിലാണ് ഏകദിന ഉപവാസം സംഘടിപ്പിക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ 3 മാസം മാത്രം ബാക്കി നിൽക്കെ 4-1 നിയമനം മാത്രമാണ് നടന്നത്. സേനയിൽ മതിയായ പോലീസുകാരില്ലാതെ നിൽക്കുമ്പോൾ സർക്കാർ നിയമനങ്ങൾ വൈകിപ്പിക്കുന്നുവെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. ഒരു വർഷം മാത്രം കാലാവധിയുള്ള CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മാർച്ചിൽ അവസാനിക്കും. എന്നാൽ 7 ബറ്റാലിയനുകളിലേക്ക് 13,975 പേരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ 3,900 പേർക്ക് മാത്രമാണ് അഡ്വൈസ് ലഭിച്ചത്. വിജ്ഞാപനമിറങ്ങിയത് മുതൽ 5 വർഷമായി കാത്തിരുന്നിട്ടും നിയമന സാധ്യത മങ്ങിയതോടെയാണ് ഉദ്യോഗാർത്ഥികൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്നത്. സെക്രട്ടേറിയറ്റ് കൂടാതെ കാസർഗോഡ്, എറണാകുളം, ഇടുക്കിയടക്കം സംസ്ഥാനത്തെ 7 കേന്ദ്രങ്ങളിലാണ് രാത്രി 8 വരെ ഏകദിന ഉപവാസ സമരം നടത്തുന്നത്. പോലീസിന് ജോലിഭാരം വർദ്ധിക്കുകയും സേനയിൽ മതിയായ പോലീസുകാരില്ലെന്ന് DGP തന്നെ സമ്മതിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ റാങ്ക് ലിസ്റ്റിലുള്ള ഭൂരിഭാഗം പേർക്കും നിയമനം നൽകാൻ സാഹചര്യമുണ്ടെന്നാണ് റാങ്ക് ഹോൾഡർമാരുടെ വാദം. നമ്മൾ പല പോലീസ് സ്റ്റേഷനുകളിൽ ചോദിക്കുമ്പോഴും അമിത ജോലിഭാരം മൂലം പോലീസുകാർ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത്രയും ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളും വഴിയാധാരമാകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുഴുവൻ ഒഴിവുകളിലേക്കും നിയമനം നൽകിയെന്നാണ് PSC നൽകുന്ന വിശദീകരണം. പോലീസ് സേനയിൽ മതിയായ ആൾബലമില്ലെന്ന് സമ്മതിക്കുമ്പോൾ തന്നെയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നിയമനങ്ങൾ നടത്തുന്നതിൽ നിന്ന് സർക്കാരിനെ പിറകോട്ടടിപ്പിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.